നമസ്കാരം. ബീഹാറിൽ പ്രചാരണത്തിനെത്തിയ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചത് വിവാദമാവുകയാണ്. നേരത്തെ മുൻഘട്ടങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഖാർഗെയെ കമ്മീഷൻ വിമർശിച്ചിരുന്നു. വിമർശനത്തിന് ഉപയോഗിച്ച ഭാഷ അസുഖകരമാണെന്ന് കോൺഗ്രസ് പ്രതികരിക്കുകയും ചെയ്തു. ഹെലികോപ്റ്റർ പരിശോധന എന്തിന്റെ സൂചനയാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥിയായി കോൺഗ്രസ് വക്താവ് ഡോക്ടർ ഷമാ മുഹമ്മദ്, BJP വക്താവ് ശ്യാംരാജ്, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവർ. ആദ്യം ശ്യാംരാജിലേക്ക്. ശ്യാംരാജ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പലതവണ സമീപിച്ചിരുന്നു കോൺഗ്രസ് പല കാര്യങ്ങളിൽ പരാതി ഉയർത്തിക്കൊണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ മുന്നണി നേതാക്കളെ അഭിസംബോധന ചെയ്ത് ഖാർഗെ പ്രസിദ്ധീകരിച്ചൊരു കത്തിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുന്നു. ആ പ്രതികരിച്ച ഭാഷ ശരിയായില്ല എന്ന് കോൺഗ്രസ് പരാതിപ്പെടുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹെലികോപ്റ്റർ, കോൺഗ്രസ് AICC അധ്യക്ഷൻ്റെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നു. ഇത് അനുചിതമാണോ, അതല്ല ഇതൊരു സാധാരണ സംഭവമാണോ? കേൾക്കുന്നില്ല കേട്ടോ അവിടെ. ശ്യാംരാജ് കേൾക്കുന്നുണ്ടോ? ഞാൻ ശ്യാംരാജിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിനെ വിമർശിക്കുന്ന കോൺഗ്രസ് നടപടി ശരിയാണോ? ഇപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ പരിശോധിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി ഉയർത്തുന്നത് ഒരു ശരിയായ രീതിയാണോ? സോറി, ആദ്യം എനിക്ക് ശബ്ദം കേൾക്കാൻ മേലായിരുന്നു. ഇലക്ഷന്റെ ഡിക്ലറേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കമ്മീഷനാണ് അതിൻ്റെ പൂർണ്ണ അവകാശമുള്ള അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം. ഇലക്ഷൻ കമ്മീഷൻ നേരത്തെയും ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടികളുടെ വാഹനങ്ങൾ പരിശോധിക്കുക, എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനും അതിന് എക്സ്പ്ലനേഷൻ ചോദിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മല്ലികാർജ്ജുന ഖാർഗെ ഇലക്ഷൻ കമ്മീഷന് ഒരു കത്തെഴുതി എത്ര വോട്ടാണ് രേഖപ്പെടുത്തിയതെന്നുള്ളത്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ പെട്ടെന്ന് റിസൾട്ട് വരിക എന്നുള്ള, പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എല്ലാ ഡേറ്റയും ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം താമസം, ഡേറ്റ പുറത്തു വരാൻ എന്താണ് താമസം എന്നുള്ളതിനെ സംശയിച്ചുകൊണ്ട് മല്ലികാർജ്ജുന ഖാർഗെ ഒരു കത്തയച്ചിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ഭാഷയിലാണ് ഇലക്ഷൻ കമ്മീഷൻ അത് തിരിച്ചടിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്തോ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരു അധികാരി എന്നുള്ള രീതിയിൽ അതിൽ ഡെമോക്രാറ്റിക് പ്രോസസ്സിലെ വിശ്വാസം നഷ്ടപ്പെടും, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ഒരു മറുപടി വന്നിരുന്നു. അതിന് കോൺഗ്രസ് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടോ, അതോ കമ്മീഷൻ തന്നെ നിങ്ങളുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു റഫറി തന്നെ കളിക്കുകയാണോ? അത് ഗെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂൾസ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കേണ്ട ഒരു കമ്മീഷൻ ആ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാതെ, ആ കമ്മീഷനെതിരെ എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാതെ കമ്മീഷൻ തന്നെ അതിനകത്ത് പക്ഷപാതപരമായിട്ട് പെരുമാറുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, നേരത്തെ വളരെ പ്രകടമായിട്ടുള്ള ചില വാക്കുകൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ചത് അത് ലോകം മുഴുവൻ കണ്ടതാണ്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും നോട്ടീസ് ചെയ്തു. അതിനകത്തൊരു കമ്മ്യൂണിറ്റിയെ പേരെടുത്ത് പറഞ്ഞ് ജനപ്രാതിനിധ്യ നിയമത്തിലെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളുടെ ധ്വംസനം നടത്തിയിട്ട്, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ വയലേഷൻ നടത്തിയിട്ട് പരാതി കൊടുത്തതിന്റെ പുറത്ത് ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ നടപടിയൊന്നും എടുത്തിട്ടില്ല. അത് ആ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചത് തന്നെ BJPയുടെ പ്രസിഡന്റിനാണ്. ഈ സ്പീച്ച് നടത്തിയ പ്രധാനമന്ത്രിക്ക് പോലും അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞൊരു വിമർശനമില്ല, ഒരു നോട്ടീസ് അയച്ചിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ ഹെലികോപ്റ്റർ തടയുക എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഈ അമ്പയർ ആയിട്ടിരിക്കേണ്ട ആള് വളരെ നിഷ്പക്ഷമായിട്ടാണോ പെരുമാറുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. വളരെ മോശമായിട്ടുള്ള ഒരു ട്രെൻഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർമാർ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇരുന്ന കസേരയിലാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർമാർ ഇരിക്കുന്നത്. നമുക്കറിയാം, TN ശേഷം ഉണ്ടായിരുന്നു ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ മുതൽ അത് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള SY ഖുറേഷി, JM ലിംഗ്ദോ,
അങ്ങനെയുള്ള ഒരുപാട് പേരിരുന്ന ആ കസേരയിൽ ഇരിക്കുന്ന ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷന്മാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഗവൺമെന്റാണ്. അവരെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ട് പോലും അതിനെ മറികടന്നുകൊണ്ട് ഗവൺമെന്റ് നിയമം പാസ്സാക്കി ഗവൺമെന്റ് ഇഷ്ടപ്പെട്ട 2-3 പേരെ തിരഞ്ഞെടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് സാധാരണക്കാർക്കും, കാരണം ഈ ചെയ്താൽ പോരെ നടപടികളൊക്കെ വളരെ സുതാര്യമായിരിക്കണം, ചെയ്യുന്നതൊക്കെ വളരെ നീതിപൂർവമാണെന്ന് സാധാരണക്കാർക്ക് തോന്നുകയും വേണം. 23 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ഇലക്ഷനാണ് ഇന്ത്യയിലെ ജനറൽ ഇലക്ഷൻ. അത് വാച്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരുടെ മുമ്പിലെ വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു ഇമേജാണ് ഇന്ത്യ ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ ശ്യാംരാജ്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തരത്തിൽ നിഷ്പക്ഷത പാലിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് നടത്തിയാൽ മാത്രം പോരാ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകൂടി വേണം. ഇവിടെ കോൺഗ്രസ് നിരന്തരം പരാതി ഉന്നയിക്കുന്നുണ്ട്. അതിൽ പല പരാതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഖാർഗെയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചതിനെ കൂടി കോൺഗ്രസ് വിമർശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്, നിഷ്പക്ഷമാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തണ്ടേ? കുറഞ്ഞ പക്ഷം ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണ് എന്ന് പ്രസിദ്ധീകരിക്കണമെന്ന പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കേണ്ടതല്ലേ? ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ഇലക്ഷൻ കമ്മീഷനെ ന്യായീകരിക്കാനോ അതിനെതിരെ പറയാനോ അല്ല ഞാൻ വന്നിട്ടുള്ളത്. BJPയുടെ ഭാഗം എന്താണോ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്ന്, ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ശ്രീ രാജീവ് ഗാന്ധിക്കെതിരെ 2-3 പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. മല്ലികാർജുൻ ഖാർഗെയുടെ ചോപ്പർ ചെക്ക് ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലെയാണ്, 11-ാം തീയതി, മെയ് 11-ാം തീയതിയാണ്. മെയ് 1-ാം തീയതി തന്നെ ഉത്തരാഖണ്ഡിലെ ഗോപേശ്വർ മണ്ഡലത്തിലെ പര്യടനത്തിന് പോകുന്ന സമയത്ത് ശ്രീ രാജ്നാഥ് സിംഗ്ജിയുടെ തന്നെ ചോപ്പർ അവിടെ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടെന്നേ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ തോൽവി മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടതുപക്ഷത്തിന് ചെയ്യുന്നതെല്ലാം കുറ്റമാണ്. ഈ കോൺഗ്രസ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും ചെയ്യുന്നതെല്ലാം കുറ്റമാണ്. ഇപ്പോൾ അതിനെ വച്ചിട്ട് അവർ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. കാരണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മല്ലികാർജുൻ ഖാർഗെയുടെ മാത്രമല്ല എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാരുടെ, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരുടെ അടക്കമുള്ള വാഹനങ്ങൾ, ചോപ്പറുകളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടൊരു പ്രക്രിയ മാത്രമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി കൊടുത്തിട്ടില്ലേ? രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി കൊടുത്തേ കേരളത്തിൽ വന്നിട്ട് സൗത്ത് നോർത്ത് എന്ന രീതിയിലുള്ള പാർട്ടീഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ വിഷയത്തിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ BJPക്കും എല്ലാം അവരവരുടെ ദേശീയ അധ്യക്ഷന്മാർക്കാണ് ഇലക്ഷൻ കമ്മീഷൻ കത്ത് കൊടുത്തിട്ടുള്ളത് പരാതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആദ്യം പാർട്ടികളാണ് ഉത്തരവാദിത്തപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ദേശീയ അധ്യക്ഷന്മാർക്കാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അത് രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ആദ്യമായി കത്ത് പോയിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെക്കാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കെതിരെ വന്നിട്ടുള്ള പരാതിയിൽ ശ്രീ JP നഡ്ഡാജിക്കെതിരെയാണ് കയ്യിലോട്ടാണ് കത്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സമത്വപൂർണ്ണമായിട്ട് അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ രീതിയിൽ തന്നെ ഇനി ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിലും ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും യോജിപ്പുണ്ടോ വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അത്തരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ ഞങ്ങൾക്ക് നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പാർട്ടി കാണിക്കുന്നത് തോൽവിയിൽ പരാജയം അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള എല്ലായിടത്തും കുറ്റം പറയാം. നിങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിക്കോളൂ. അവരാരെയാണ് കുറ്റം പറയാത്തത്? അവരാർക്കെതിരെയാണ് പരാതി പറയാത്തത്? ചോപ്പർ പരിശോധന ആണ് അങ്ങ് പറഞ്ഞത്. അപ്പം അങ്ങ് പറയുന്നു രാജ്നാഥ് സിംഗിന്റെ വരെ ചോപ്പർ പരിശോധിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെ വെച്ച് ആരാണ് അദ്ദേഹത്തിന്റെ ചോപ്പർ പരിശോധിച്ചത്? ഉത്തരാഖണ്ഡിൽ അദ്ദേഹത്തിന്റെ പരിഗണനത്തിൽ. ഈ തവണ മീഡിയ വൺ കണ്ടോ എന്ന് എനിക്കറിയില്ല. 2024 കേരളത്തിലെ 2024 വലിയ വാർത്തയായിരുന്നു. 2024 തെരഞ്ഞെടുപ്പിലോ ഏതാണ് ഈ, അതായത് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചാർജ് എടുത്തതിന് ശേഷം. അല്ല, അത് നോക്കണം എന്തായാലും പറയും. അല്ല, ഈ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചാർജ് എടുത്തതിന് ശേഷം ഏതെങ്കിലും കേന്ദ്രമന്ത്രി പോട്ടെ, ഒരു BJP സ്ഥാനാർത്ഥിയുടെ എങ്കിലും വാഹനം പരിശോധിച്ചോ, ചോപ്പർ പരിശോധിച്ചായിട്ട് ഒരു വാർത്ത കാണിച്ചു തരാമോ? അത് ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ മാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഈ ഒരു ദേശീയ നേതാവിന്റെ, ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും, ഒരു ദേശീയ നേതാവിന്റെ ചോപ്പർ പരിശോധിച്ച് എന്തുകൊണ്ട് പരിശോധിക്കാൻ പാടില്ല? അല്ല ശ്യാംരാജ്, അങ്ങ് പറഞ്ഞു ഉത്തരാഖണ്ഡിൽ രാജ്നാഥ് സിംഗിന്റെ ചോപ്പർ പരിശോധിച്ചു പറഞ്ഞത് 2019 5 വർഷം മുമ്പ്. അത് സുരക്ഷാ പരിശോധനയായിരുന്നു, അല്ലാണ്ട് അദ്ദേഹം വേറെ എന്തെങ്കിലും രീതിയിൽ പരിശോധിച്ചതല്ല. 2019 അതെ. ഓക്കെ, ഏതെങ്കിലും BJP സ്ഥാനാർത്ഥിയെ പരിശോധിക്കണം, ഒന്നും വേണ്ട. 2019 ഒരു നിമിഷം, 2019 ചിത്രദുർഗയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ചോപ്പറിൽ വന്നിറങ്ങി. ആ ചോപ്പറിൽ നിന്ന്
2 പെട്ടികൾ BJP പ്രവർത്തകർ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് അന്വേഷിച്ചിട്ടില്ല, പിന്നെയാണ് ഇന്ന്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ആരുടെയും പെട്ടികൾ അന്വേഷിക്കണമെന്നോ ചോപ്പർ അന്വേഷിക്കണ്ടോ എന്നുള്ള നിയമങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ചർച്ച അതിന്റെ ചെക്കിങ് കാര്യത്തിൽ നടക്കട്ടെ. അതിനെന്താണ് തെറ്റെന്നാണ് എന്റെ ചോദ്യം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചോപ്പർ ചെക്ക് ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട് അതിലെന്താണ് മോശമായിട്ടുള്ളത്, അതിലെന്താണ് തെറ്റായിട്ടുള്ളത്? അതിൽ ഓരോ സമയത്ത് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരോട് ചെക്ക് ചെയ്യുന്നുണ്ടാവും, ചെക്ക് ചെയ്യുക തന്നെ ചെയ്യും. അത് അതിന്റെ ഒരു രീതിയിൽ തന്നെ നടക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് BJPയെ കുറിച്ചിട്ട് പറയാനും BJPയുടെ വാദങ്ങൾ നിർത്താനും വേണ്ടിയിട്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്കോ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കോ പൂർണ്ണമായിട്ടുള്ള യാതൊരു ഉത്തരവാദിത്വമില്ല. ചില വിഷയങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങളും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ ഇത്ര നാളായിട്ട് കൊടുത്തിട്ടുള്ള പരാതിയിലും അതിലും മല്ലികാർജ്ജുൻ ഖാർഗെക്കാണ് കത്ത് പോയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി വന്നിട്ടില്ല. അപ്പൊ ആ വിഷയത്തിൽ ഞങ്ങൾക്കും പരാതിയുണ്ട്. അപ്പൊ ഞങ്ങൾക്കും ഇതുപോലെ പരാതിയുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ചില പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കും എതിരഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികം. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഇലക്ഷൻ കമ്മീഷന്റെ ഏത് നടപടിയെ കുറിച്ചാണ് BJPക്കെതിരെ അഭിപ്രായം? അതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏത് നടപടിയെ കുറിച്ചാണ് BJPക്കെതിരെ അഭിപ്രായം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ 3 പരാതി കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ 3 പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് നടപടിയൊന്നും ആയിട്ടില്ല. ഓക്കെ. കേരളത്തിലുൾപ്പെടെ മുംബൈയിലുൾപ്പെടെ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ വന്നിട്ട് വയനാട്ടിൽ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രി വടക്കും തെക്കുമായിട്ട് വിയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ട്. അദ്ദേഹം രാജ്യത്തുടനീളം പ്രധാനമന്ത്രി ഒരു ഭാഷ ഒരു മതം എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു പ്രസ്താവന രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്. അതിനെതിരെ എറണാകുളത്തും അതോടൊപ്പം തന്നെ ദേശീയ ഇലക്ഷൻ കമ്മീഷന് നേരിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശക്തി, ഹിന്ദു ധർമ്മമേ ശക്തി ശബ്ദ ഹോത്താ ഹെ, ഹം ഈ ശക്തി സെ ലഡ് രഹേ ഹെ. അതായത് ഹിന്ദു മതത്തില് ശക്തി എന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ ഈ ശക്തിക്കെതിരെ പോരാടുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം 25-ാം തീയതി ഈ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള നീതി ആയോഗിന്റെ കണക്ക് തെറ്റാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. നീതി ആയോഗിന്റെ കണക്ക് തെറ്റാണെന്ന് പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണോ? നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നീതി ആയോഗിന്റെ കണക്ക് തെറ്റാണ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണോ? ശ്രീ ശ്യാംരാജ്, നീതി ആയോഗിന്റെ കണക്ക് തെറ്റാണ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണോ? തെറ്റല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? എങ്ങനെ? പെരും നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? നീതി ആയോഗ് പുറപ്പെടുവിച്ച ഒരു കണക്ക് അത് തെറ്റാണെന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാൻ വേണ്ടി പറ്റും? തെറ്റാണെന്ന് പറയും. നീതി ആയോഗിന്റെ ഒരു കണക്ക് തെറ്റാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാവുക? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? സത്യസന്ധമായിട്ട് കൊടുത്തൊരു കണക്ക് തെറ്റാണ്. അത് സത്യസന്ധമാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? നീതി ആയോഗ് ഒരു കണക്ക് പുറത്തിറക്കി. നീതി ആയോഗ് ഒരു കണക്ക് പുറത്തിറക്കി. ഞാൻ പറയുകയാണ് ഇവിടെ നിന്ന് ആ നീതി ആയോഗിന്റെ കണക്ക് തെറ്റാണ്, അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്ന എങ്ങനെയാണ് ചട്ടലംഘനമാവുന്നത്, നിയമലംഘനമാവുന്നത്? അത് തെറ്റാണ്. അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഇത് ജനങ്ങളെ പ്രഥമ ദൃഷ്ട്യാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതായത് നീതി ആയോഗ് പുറത്തുവിട്ടുള്ള ഒരു കണക്ക് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ശരി ശ്യാംരാജ്, അത് ഞങ്ങൾക്ക് പരാതി കൊടുത്തു. ശരി ശ്യാംരാജ്. പരാതികളുണ്ടല്ലോ. ഡോക്ടർ ഷമാ മുഹമ്മദ്, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു തെറ്റാണോ ശരിയാണോ ആരാണ് സ്ഥാപിക്കേണ്ടത്? ഡോക്ടർ ഷമാ മുഹമ്മദ്, BJPയുടെ പരാതി എന്ന് പറഞ്ഞാൽ BJPക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതിയുണ്ട്, അത് കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ല. കോൺഗ്രസിന് മോദിയെക്കുറിച്ചും BJP നേതാക്കളെക്കുറിച്ചും പരാതിയുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലൊന്നും ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസിനുള്ള ഗ്രഡ്ജ് എന്താണ്? ഒരു ചോപ്പർ പരിശോധിച്ചു എന്നുള്ളത് അത് സാധാരണ നടപടിക്രമം മാത്രമാണെന്നാണ് BJP വാദിക്കുന്നത്. ഡോക്ടർ ഷമാ മുഹമ്മദ്, ഓക്കെ, ഞാൻ ഷമാ മുഹമ്മദിലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ ആകെ പോൾ ചെയ്ത വോട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് നിയമപരമല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അത് നിയമത്തിലൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഘട്ടത്തിലെ പോൾ ചെയ്ത് കഴിഞ്ഞ വോട്ട് അത് പ്രസിദ്ധീകരിക്കണമെന്ന് ഒരു നിയമവുമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അങ്ങനെ ആവശ്യപ്പെടുന്നതാണോ തെറ്റ്? അതല്ല അങ്ങനെ ആവശ്യം ഉന്നയിക്കുന്നത് ജനാധിപത്യപരമാണ്?
ഞാൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്കും തിരികെ വരാം. ഡോക്ടർ ഷമ മുഹമ്മദ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഷമ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഷമ, ഈ ചോപ്പർ പരിശോധന എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാധാരണ നടപടിക്രമമാണ്. അതിന്റെയൊക്കെ കാര്യത്തിൽ എന്തിനാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്നത്? അല്ല, ഇത് ഒരു ചോപ്പർ പരിശോധന അല്ല. ഇപ്പൊ ഞാൻ BJP-യുടെ ആരാന്ന് എനിക്ക് അറിയില്ല, അദ്ദേഹം വക്താവ് പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പൊ നിങ്ങൾ നോക്കണം ഇതെപ്പാ തുടങ്ങിയതെന്ന്. ഇപ്പം ആദ്യത്തെ ഇതായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ശേഷം, ഫസ്റ്റ് ഫേസിന് ശേഷം മോദി എന്താ പറഞ്ഞത്? നരേന്ദ്രമോദി പറഞ്ഞു, ഇവിടെ മുസ്ലിംസ് ഇൻഫിൽട്രേറ്റേഴ്സ് ആണ്, അവർ പുറത്തുനിന്ന് വന്നതാണ്, അവർ 7 മക്കളെ പ്രസവിക്കും, പിന്നെ അതിന്റെ ശേഷം നിങ്ങളെ സമ്പത്ത് എടുത്തിട്ട്, ഹിന്ദുസിന്റെ സമ്പത്ത് എടുത്തിട്ട് കോൺഗ്രസ് പാർട്ടി മുസ്ലിംസിന് കൊടുക്കും. ആദ്യത്തേത് ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. കൽബുർഗി എന്ന് പറയുന്ന സ്ഥലത്ത് മോദി പറഞ്ഞത്, കോൺഗ്രസിന് നിങ്ങൾ വോട്ട് കൊടുക്കാൻ പാടില്ല, എന്തുകൊണ്ട്? പ്രാൺ പ്രതിഷ്ഠ നടന്ന അയോധ്യയിൽ അവിടെ കോൺഗ്രസ് പാർട്ടി വന്നില്ല. ഇതെല്ലാം ഇതിപ്പോ 2 കാണിച്ചത് ഞാൻ ഹേറ്റ് സ്പീച്ചും അതും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മതത്തിന്റെ മേലെ വോട്ട് വാങ്ങാൻ പാടില്ല. രണ്ടാമത്. മൂന്നാമത്, കോൺഗ്രസ് സർക്കാർ reservations to Muslims, Congress government is giving reservations to Muslims under OBC list, CM list. അപ്പൊ അവര് പറയാ കോൺഗ്രസിന്റെ സർക്കാർ സംവരണം കൊടുക്കുന്ന മുസ്ലിംസിന്. എവിടെ? കർണാടകയിൽ. അപ്പം ഞങ്ങൾ തിരിച്ചു പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, യെദ്യൂരപ്പയുടെ സമയത്തും ഈ സംവരണം എടുത്തില്ല. അത് വരുന്നത് ഈ മുസ്ലിംസിന് സെപ്പറേറ്റ് ആയിട്ടില്ല, മറ്റേ OBC റിസർവേഷനിൽ OBC ആയിട്ടുള്ള മുസ്ലിംസ് ആണ്. പിന്നെ നരേന്ദ്രമോദി പറയാം, ഹനുമാൻ ചാലിസ കേൾക്കാൻ പറ്റില്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഹനുമാൻ ചാലിസ നമുക്ക് കേൾക്കാൻ പറ്റില്ല, അത് കേൾക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞു, കാസ്റ്റ് സെൻസസ് രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആർമിയിൽ ഏറ്റവും അധികം ന്യൂനപക്ഷം കൂട്ടാൻ ആർമിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും എടുത്തിട്ടില്ല, ഒരു നടപടി എടുത്തിട്ടില്ല. പുഷ്കർ ധാമി പറഞ്ഞത്, ഞാൻ ഓരോ ആളത് പറയാം, only റാം ഭക്ത് ഷുഡ് കം ടു പവർ ഇൻ ദ സെന്റർ. വെറും രാമിനെ പ്രാർത്ഥന ചെയ്യുന്നവർ മാത്രം, ഭഗവാൻ രാമിനെ പ്രാർത്ഥന ചെയ്യുന്ന മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ പവറിൽ വരാൻ പാടുള്ളൂ. അനുരാഗ് ഠാക്കൂർ, കോൺഗ്രസ് നിങ്ങളെ സമ്പത്ത് എടുത്തിട്ട്, നിങ്ങളെ പ്രോപ്പർട്ടി എടുത്തിട്ട് മുസ്ലിംസിന് കൊടുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി എടുത്തിട്ടില്ല. നരേന്ദ്രമോദി, കോൺഗ്രസ് പാകിസ്ഥാന്റെ ശിഷ്യയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നെ ഈ ഞങ്ങളെ ഗ്യാരണ്ടി കാർഡ് ഓരോ വീട്ടിൽ കൊടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ മേലെ നടപടി എടുത്തിട്ട് പറഞ്ഞ് അത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല, അതൊരു കോഴയായിട്ട് എടുക്കുന്നു. പക്ഷെ അതേ സമയത്ത് മോദിയുടെ ഗ്യാരണ്ടി കാർഡ് കൊടുക്കാൻ വിട്ടു, അതിന്റെ പേര് നടപടി എടുത്തിട്ടില്ല. പിന്നെ വേറൊന്നും മോദി പറഞ്ഞത്, phase 1 മുമ്പേ, മോദി ഗ്യാരണ്ടി കാർഡ് ഹാസ് ബീൻ അപ്ഡേറ്റഡ് ആൻഡ് ഫ്രീ റേഷൻ വുഡ് കണ്ടിന്യൂ ഫോർ നെക്സ്റ്റ് 5 years. മോദിയുടെ ഗ്യാരണ്ടി കാർഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുക, നിങ്ങൾക്ക് ഫ്രീ റേഷൻ, സൗജന്യമായിട്ട് റേഷൻ കിട്ടും. അതെന്താ? അത് കുഴപ്പമില്ല, അവരോട് പറയാം നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും റേഷൻ. അതിന്റെ മേലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തില്ല. പിന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കർണാടകയിൽ. ആ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ 4 മുട്ട ഉണ്ടായിരുന്നു, അതിൽ വലിയ മുട്ടയാണ് മുസ്ലിംസ്, ബാക്കി OBC-യും SC ST എല്ലാം ചെറുത്, അവരെല്ലാം എടുത്തിട്ട് നമുക്ക് തരാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്കാ കത്ത് എഴുതുന്നത്? മോദി അന്ന് ഹേറ്റ് സ്പീച്ച് ചെയ്തേരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാം, JP നദ്ദക്ക് ഒരു കത്തെഴുതി ഇതിന്റെ ഒരു മറുപടി വേണം. ഞങ്ങളെ ചോദ്യം എന്ന്, ഇത്ര അധികം വയലേഷൻ ഉണ്ടായിട്ട് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ, ഭഗവാൻ രാമിന്റെ മേലെ അവർ വോട്ടെടുക്കുക, ഞങ്ങളെ മേലെ ഹേറ്റ് സ്പീച്ച് എല്ലാ സമയത്തും രാവും പകലും നിങ്ങളെ മംഗൾസൂത്രം എടുത്തിട്ട് മുസ്ലിംസിന് കൊടുക്കാൻ പോവാ, അതല്ലേ മോദി പറയുന്നത്. അപ്പം ഇതിന്റെ മേലെ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി എടുത്തിട്ടില്ല. ലാസ്റ്റിൽ പറഞ്ഞ് കള്ളപ്പണം അഡാനി അംബാനി എടുത്ത് കോൺഗ്രസിന് കൊടുക്കുക, അതിന്റെ മേലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയില്ല. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ഒരിതല്ല. ഇപ്പം അവര് കോൺഗ്രസ് അധ്യക്ഷന്റെ ചോപ്പർ പരിശോധിച്ചു, പക്ഷെ ഇത് ഒരു കാര്യമല്ല. ഇത്ര അധികം വയലേഷൻ നടന്നിട്ടും ഞങ്ങൾക്കിപ്പം വിചാരിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്നല്ലേ. ഈ ഇലക്ഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല. ഇപ്പൊ ഇരിക്കുന്ന BJP പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ള, എവിടെയാണ് രാഹുൽ ഗാന്ധി ഒരു ഹേറ്റ് സ്പീച്ച് ചെയ്തത്? എവിടെയാണ് രാഹുൽ ഗാന്ധി ഒരു
ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് പറഞ്ഞത്? എവിടെയാണ് രാഹുൽ ഗാന്ധി ദൈവത്തിന്റെ മേലെ പേരെടുത്തിട്ട് വോട്ട് എടുക്കുന്നത്? എവിടെയുമില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് എടുക്കാത്തതെന്ന് നമ്മളെ ചോദ്യം. 2019 ഇങ്ങനെ വയലേഷൻ ഉള്ള സമയത്ത് BJP പറയുന്നത് രാഹുൽ പണ്ട് അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഹിന്ദു എന്താണ് ദൈവശാസ്ത്രത്തിൽ ശക്തി എന്നൊരു പദമുണ്ട്, ആ ശക്തിക്കെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത് എന്ന് പ്രസംഗിച്ചു എന്നാണ് BJPയുടെ ആരോപണം. അല്ലെ, BJPക്ക് ആരോപണം ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ തെളിവ് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും. ഞാൻ ഇപ്പം പറഞ്ഞത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റൂല. പിന്നെ വേറൊന്നുണ്ട്, ശിവസേനയുടെ UBTയിൽ ഒരു പാട്ടിലെ വേർഡില് ജയ് ഭവാനി ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള 2 വാക്കുണ്ടായിരുന്നു. അപ്പം അവര് മാറ്റിയിട്ട് അവര് കാണിച്ചു കൊടുത്തു, അവിടെ പീയൂഷ് ഗോയലിന്റെ തെരഞ്ഞെടുപ്പിന് അവിടെ ട്രക്കിന്റെ മേലെ എഴുതിയിരിക്കാൻ ഞങ്ങൾ രാം ടെമ്പിൾ നിങ്ങൾക്ക് കൊണ്ടാന്നു, നമുക്ക് വോട്ട് വേണമെന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി എടുത്ത് 2019 ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സുപ്രീം കോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു നമുക്കൊരു മറുപടി വേണം. അപ്പൊ ആ മറുപടി 1 മാസത്തിന് ശേഷം അവരാണ് ഒരു വയലേഷനും ഇല്ല. പക്ഷെ അതിൽ അശോക് ലവാസ പറഞ്ഞു ഉണ്ടായിന് വയലേഷൻ. അശോക് ലവാസക്ക് എന്ത് പറ്റി? അശോക് ലവാസിനോട് രാജിവെക്കാൻ പറഞ്ഞു. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പം ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ ഞങ്ങൾക്ക് പേടിയുണ്ട് ഇപ്പം ഈ ഇലക്ഷൻ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. ഇതൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനോ എന്ന് നമുക്കുള്ള ഒരു ചോദ്യം. എന്ന് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ മേലെ നടപടി എടുക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വാർണിംഗ് കൊടുക്കുക പ്രധാനമന്ത്രിയോട്, ദേ ഷുഡ് ബി നോ മോർ ഹേറ്റ് സ്പീച്ച്. രാവും പകലും രാത്രി നമ്മൾ എന്താ കേൾക്കുന്നത്? മുസ്ലിം മുസ്ലിം മുസ്ലിം. മുസ്ലിം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ ഗുസ്പേട്ടിയാണ്, മുസ്ലിംസ് നിങ്ങളെ സമ്പത്ത് എടുത്ത് ഓടിപ്പോവും. അപ്പൊ ഹിന്ദു മുസ്ലിം ഡിവിഷൻ പൊളിറ്റിക്സ് ആണ് കളിക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നത്, വേറെ ആരുമില്ല, പ്രധാനമന്ത്രി തന്നെ പറയുന്നത്. അപ്പൊ ഞങ്ങളെ ചോദ്യം ഇന്ന്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദേ ആർ ഓഫ് നോ യൂസ്, ഓഫ് നോ വാല്യൂ. എന്തിനാണ് അവരുള്ളത്? അവരെ മെയിൻ എന്താണ് അവരെ ജോലി? ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മേലെ നടപടി എടുക്കാം. അന്നൊരു കത്ത് എഴുതി ഞങ്ങൾ അധ്യക്ഷൻ ഖർഗേജി ഇങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞിട്ട്, അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാണയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കത്ത് എഴുതലെന്ന്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സെലക്ട് ചെയ്തത്. സുപ്രീം കോർട്ടിലെ ജഡ്ജ്മെന്റിൽ വന്നെന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടും ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ പാർലമെന്റും പ്രധാനമന്ത്രിയാണ് ഉണ്ടാണ്ട് സെലക്ഷൻ പ്രോസസ്സിൽ. പക്ഷെ എന്ത് പറ്റി? കഴിഞ്ഞ വിന്റർ സെഷനിൽ അവരൊരു ബില്ല് കൊണ്ടാന്നു, അതിന് ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കി. അപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്ററും പ്രധാനമന്ത്രി 2 വോട്ട്, മറ്റേ 1 വോട്ട് ലീഡർ ഓഫ് ഓപ്പോസിഷൻ. അപ്പോൾ അവർക്ക് മെജോറിറ്റി കിട്ടിയിട്ട് ആരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്കാൻ പറ്റുമല്ലോ. അവരെ പ്ലയബിൾ ഒരു പപ്പറ്റ് ടൈപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതൊരു ഡേഞ്ചറാണ്, ഒരു ജനാധിപത്യത്തിന് ഡേഞ്ചർ. ഞാൻ തെളിവ് കാണിച്ചിട്ടുണ്ട്, ഇവിടെ തെളിവ് പറഞ്ഞിട്ടുണ്ട്, ഇത് നിഷേധിക്കാൻ പറ്റാത്ത തെളിവ്. എന്റെ ചോദ്യം ഇന്ന് BJPയുടെ ഇരിക്കുന്ന ഒരു വക്താവിനോട്, എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്ര അധികം വയലേഷൻ ഉണ്ടായിട്ട് പ്രധാനമന്ത്രിയുടെ പേര് വരെ എടുക്കുന്നില്ല? BJP പ്രസിഡന്റാണ് കത്ത് കൊടുത്തത് വയലേഷൻ. എന്നിട്ടും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആ വീഡിയോ വന്നേരം കർണാടകയിലെ അവര് ഇട്ടേരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് കർണാടകന്റെ ഇലക്ഷൻ ഡേറ്റ് ആയിരുന്നു, 3rd phase. അതിന്റെ രാത്രി അവരെ പറഞ്ഞത് അത് ട്വിറ്ററിനോട് റിമൂവ് ദ വീഡിയോ. ഒരു കർണാടക BJPനോടല്ല, JP നഡ്ഡ അല്ല, ട്വിറ്ററിനോട് പറഞ്ഞു നിങ്ങൾ ആ വീഡിയോ അവിടുന്ന് മാറ്റണമെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു ഹേറ്റ് വീഡിയോ, ഇത്ര അധികം വെറുപ്പുള്ള വീഡിയോ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ JP നദ്ദനോട് പറയാത്തത്? ഇത് യു ഹാവ് വയലേറ്റഡ് ദ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട്, വി വിൽ ടേക്ക് സ്ട്രിക്റ്റ് ആക്ഷൻ, ഞങ്ങൾ നടപടിയെടുക്കും. അതാ എനിക്ക് മനസ്സിലാത്തത്. ഇപ്പൊ KCRനോട് 2 ദിവസം പറഞ്ഞു നിങ്ങൾക്ക് പ്രചരണം ചെയ്യാൻ പറ്റൂല, രൺദീപ് സുർജേവാലയോട് പറഞ്ഞു നിങ്ങൾക്ക് 2 ദിവസം പ്രചരണം ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട് മോദിജിനോട് പറയാത്തത്? എന്തുകൊണ്ട് രാജ്നാഥ് സിംഗിനോട് പറയാത്തത്? എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിനോട് പറയാത്തത്? അതാണ് നമ്മളെ ചോദ്യം. എന്ന് നിങ്ങൾ വെറും നടപടി എടുക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ മേലെ, പക്ഷെ മറ്റേ കേന്ദ്ര സർക്കാരിൽ ഇരിക്കുന്ന മന്ത്രിമാരോ പ്രധാനമന്ത്രി അവരുടെ മേലെ ഒരു നടപടിയില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം എന്തെങ്കിലും വന്നാൽ വി വിൽ ടെൽ ദിസ് ഇസ് നോട്ട് എ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. എന്താണ്ടാണ് ഇപ്പം കാണുമ്പോൾ നമ്മൾ ജയിക്കാന്ന് ഈ തെരഞ്ഞെടുപ്പ്, ഇന്ത്യ അലയൻസ് വരും June 4. പക്ഷെ ഇതിൽ എന്തെങ്കിലും മാറ്റണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെ ഇരിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത്, ഇവിടെ ഒരു ഭരണഘടനാ സ്ഥാപനം, പ്രത്യേകിച്ചും ഒരു റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നതിനപ്പുറം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. പക്ഷേ അവർക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട ചില ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ
പദവിയുള്ള ആളാണെങ്കിൽ ഇപ്പോൾ അതൊരു സെക്രട്ടറിയുടെ പദവി, ഒരു ഗവൺമെൻറ് സെക്രട്ടറിയുടെ പദവിയുള്ള ഒരാൾ മാത്രമാണ്. മറ്റൊന്ന്, ഇവരെ ആര് നിയോഗിക്കുന്നു, ആര് നിയമിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അങ്ങനെ നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ ആയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ നടപടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കാമോ? അത് ദൗർഭാഗ്യവശാൽ നേരത്തെ ക്ഷമ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആണെന്ന് തോന്നുന്ന രീതിയിലല്ല അവരുടെ പ്രവർത്തനങ്ങൾ. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിറ്റിയെ പേരെടുത്ത് പറയുന്നു, അതിനകത്ത് മതത്തിൻ്റെ പേര് പറയുന്നു, എന്നിട്ട് അതിനകത്ത് റിസോഴ്സ് നിങ്ങളുടെ മംഗളസൂത്രം എടുത്ത് ഇൻഫിൽട്രേറ്റേഴ്സിനും അർബൻ നക്സൽസിനും ഒക്കെ കൊടുക്കൂ എന്നും പറയുമ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് എന്നുള്ളത് ഒരു കമ്മീഷൻ അന്ന് തന്നെ ചോദിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസം. അതിനുശേഷം അതൊരു താക്കീത് കൊടുത്തിട്ട് 48 മണിക്കൂറൊക്കെ ക്യാമ്പയിൻ ചെയ്യുന്നതിൽ നിന്ന് തടയുകയായിരുന്നെങ്കിൽ ജനാധിപത്യം നടക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം ലോകത്തിന് കിട്ടുമായിരുന്നു. ഇത് ഇപ്പൊ ട്രംപ് പണ്ട് അമേരിക്കയിൽ ഇലക്ഷൻ സമയത്ത് നടത്തിയതുപോലുള്ള ഹെയ്റ്റ് സ്പീച്ച്, അത് ഈ കമ്മീഷൻ അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് സ്വമേധയാ ചെയ്യേണ്ട ഒരു കേസിലെ പരാതിക്കായി കാത്തിരുന്നു. പരാതി കിട്ടിയതിന് ശേഷം അതിന്റെ തെളിവ്, അതിന്റെ വീഡിയോ ഒക്കെ തരാൻ പറഞ്ഞ് വീഡിയോ കൊടുത്തു കഴിഞ്ഞിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് സംസാരിക്കുന്ന ഈ സ്പീച്ച് നടത്തിയ പ്രധാനമന്ത്രിക്കല്ല, അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദിക്കല്ല, അത് നോട്ടീസ് അയക്കുന്നത് പാർട്ടി പ്രസിഡന്റിനാണ്. നിങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ നടത്തിയ സ്പീച്ചിൽ ഇങ്ങനെയുള്ള പരാതി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കർണാടകത്തില് ആരാണോ ഹേറ്റ് സ്പീച്ച് നടത്തിയത് അയാൾക്കെതിരെയല്ല ആക്ഷൻ എടുക്കേണ്ടത്, അത് ട്വിറ്റർ അത് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതരഹിതമായിട്ട് പെരുമാറുന്നു എന്ന് പറയാനേ കഴിയില്ല. മാത്രമല്ല, താങ്കൾ കണ്ടു കാണും നേരത്തെ ആ ചോദിച്ച ചോദ്യം ഇത് പറയപ്പോൾ കമ്മീഷൻ ഇങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞില്ല. അതായത് ഈ ഡേറ്റ പുറത്തുവിടാൻ പാടില്ല. ഡേറ്റ പുറത്തുവിടുന്നത് ഏറ്റവും സുതാര്യമായിട്ടുള്ള ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്, ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാനാണ്. റൈറ്റ് ടു നോ, ഇൻഫർമേഷൻ അറിയുക, ജനങ്ങൾ അത് അറിയുക എന്നുള്ളത് ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് ജഡ്ജ്മെന്റിൽ അത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ഉള്ള ഇലക്ഷനിൽ 2019 ഇലക്ഷൻ ആണെന്ന് തോന്നുന്നു, ആ സമയത്തൊക്കെ പുറത്തു വിട്ടിരുന്നു ഡേറ്റ. ഇപ്പോൾ ഈ 2019 പുറത്തു വിട്ടിട്ടില്ല. അല്ല, 2019 കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 2019 ആദ്യം പുറത്തുവിട്ട ഡേറ്റയും അവസാനം ഗ്രോസ് മുഴുവൻ എണ്ണി കഴിഞ്ഞിട്ടുള്ള ഡേറ്റയും തമ്മിൽ വലിയ ഡിസ്ക്രിപ്പൻസി ഉണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത്, എന്താണ് ഇതിന് തടസ്സം എന്നുള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആകുമ്പോൾ ഈ ഡേറ്റ ഒക്കെ ഇമ്മീഡിയറ്റ്ലി കിട്ടണ്ടേ, പിറ്റേ ദിവസം വൈകുന്നേരത്തിനകത്ത് ഈ ഡേറ്റ എല്ലാം കിട്ടണ്ടേ. അതാണ് ഇന്നലെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിലെ ഒരു മീറ്റിംഗ്, മീഡിയ പേഴ്സൺസിന്റെ, ഇന്ത്യൻ വിമൻസ് പ്രസ് കോർപ്പറേഷൻ, പ്രസ് അസോസിയേഷൻ, ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ്ബ്, ഡൽഹി യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ്, അവരെല്ലാം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതാണ് റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഓരോ സ്റ്റേജിൽ ഇലക്ഷൻ കഴിയുമ്പോൾ അടുത്ത ദിവസം വൈകുന്നേരത്തിനകത്ത് ഈ ഡേറ്റ മുഴുവൻ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മീഡിയ പേഴ്സൺസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് വാച്ച് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടി പറയുന്നതല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പോസിഷൻ പാർട്ടി മാത്രം പറയുന്നതല്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു അവകാശം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. പിന്നെ BJP സ്പോക്സ് പേഴ്സൺ പറഞ്ഞത് മറുപടി കൊടുക്കുന്നില്ല എന്ന് പറയും. രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കട്ടെ, മറുപടി നേരത്തെ കൊടുക്കുന്നതല്ലേ നല്ലത്. എപ്പോഴും വസ്തുതകൾ വെളിച്ചത്ത് വരുമ്പോൾ പറഞ്ഞതിനകത്ത് ആരാണ് സത്യം പറഞ്ഞത്, ഏത് ഡേറ്റയാണ്. ഇതുപോലെ വേറൊരു ഡേറ്റ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവര് വേറൊരു ഡേറ്റ പ്രസിദ്ധീകരിച്ചു. പോപ്പുലേഷന്റെ റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മജോറിറ്റിയുടെ എന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി പല മാധ്യമങ്ങളിൽ ഇതിന്റെ വസ്തുത എന്താണെന്ന് അന്വേഷിച്ചിരുന്നു. അതില് പ്രിന്റ് എന്ന് പറഞ്ഞ മീഡിയയിൽ വന്നത് 167 രാജ്യങ്ങളിലെ ഈ പോപ്പുലേഷൻ പരിശോധന 123 രാജ്യങ്ങളിലും ഇതുപോലെയാണ്. മജോറിറ്റി പോപ്പുലേഷന്റെ ആ നമ്പരും പെർസെൻറ്റേജും ഒക്കെ കുറയുന്നുണ്ട്. പല കാരണങ്ങളും ഉണ്ടാകാം. അപ്പൊ അതൊന്നും പറയാതെ ചില സെലക്റ്റീവായിട്ട് ചില ഡേറ്റ ലീക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് നീതി ആയോഗ് തന്നതല്ലേ? നീതി ആയോഗ് തന്നതാകുമ്പോൾ എന്ത് ബേസിസിലാണ് ആ ഡേറ്റ വന്നിരിക്കുന്നത്? ആ ഡേറ്റ എന്തുകൊണ്ട് ചോദ്യം ചെയ്തുകൂടാ? ജനാധിപത്യത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത് തന്നെ ഭരണത്തിലിരിക്കുന്നവരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒന്നും, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയുന്നു, അവരൊരു ഇത് ഡേറ്റ പുറത്തുവിടുമ്പോൾ നമുക്കത് വിശ്വസിക്കാമെന്നുള്ളൊരു ഒരു ധാരണ മാറാൻ കാരണം ഈ ഗവൺമെന്റ് തന്നെയാണ്. കാരണം പല ഈ RBI ഗവർണർമാരായിരുന്നവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നോട്ട് നിരോധനത്തിനെതിരായിരുന്നു.
ഇലക്ഷൻ കമ്മീഷണർ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷണർക്ക് ഈയിടെ വേറൊരു ഇലക്ഷൻ കമ്മീഷണർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു. എന്താണ് കാരണം എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അതേപോലെ ഈ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് ആയിക്കോട്ടെ, ഒരു പ്രധാനമന്ത്രിയും മന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെ, ആ പ്രതിപക്ഷ നേതാവിന് പറയുന്നതിനും കൂടെ വില വേണ്ട. അല്ലെങ്കിൽ പിന്നെ മൂന്നില് രണ്ടുപേര് പറഞ്ഞാൽ മതിയെങ്കിൽ ഗവൺമെന്റ് നേരെ അപ്പോയിന്റ് ചെയ്യുന്നത് പോലെയല്ലേ അത്. ഗവൺമെന്റ് നേരിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണറും 2/3 ഭൂരിപക്ഷത്തോടു കൂടി ഒരു പ്രതിപക്ഷ നേതാവിനെ പേരിന് അവിടെ ഇരുത്തിയിട്ട് പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന ഒരു മന്ത്രിയും കൂടെ തീരുമാനിക്കുന്ന പേരിനെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യാമെങ്കിൽ ആ സുപ്രീം കോടതി പറഞ്ഞ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത്രയും ശക്തമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി എന്ന് പറയുന്നത് എവിടെയാണ് എൻഷുർ ചെയ്തിരിക്കുന്നത്? ഇനി അത് എൻഷുർ ചെയ്തിട്ടുണ്ടെന്ന് ഇവരെ പ്രവൃത്തിയിൽ കൂടെ തെളിയിക്കുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഇത്രയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇതുപോലുള്ള ഒരു സ്പീച്ച് പബ്ലിക്കായിട്ട് നടത്തുന്നത്. ഇലക്ഷൻ സമയത്തല്ല, ഒരു സമയത്തും. നേരത്തെ BJP-യുടെ ശ്രീ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവകാശങ്ങൾ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കുകയാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള സ്പീച്ച് നടത്തിയിട്ടത് നമ്മൾ ഈ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണെന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ കണ്ടോളൂ എന്ന് പറഞ്ഞ് അവിടുത്തെ ആളുകളെയൊക്കെ വിളിച്ച് വിറ്റ്നസ് ചെയ്യാൻ നിർത്തിയിട്ട് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ എന്ത് ഇമേജാണ് ഇന്ത്യ പുറത്തേക്ക് കൊടുക്കുന്നത്? ഇന്ത്യയിൽ അകത്തുള്ളവരെ എന്ത് വിശ്വാസമാണ് നമ്മുടെ ഒരു നമ്മുടെ തന്നെ രാജ്യത്താണ് നമ്മളെ അന്താരാഷ്ട്ര സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിഥികളിലേക്ക് തിരികെ. ശ്രീ ശ്യാംരാജ്, ഈ ഓരോ ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ട്, അവിടെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണം എന്നിവ പ്രസിദ്ധീകരിക്കണം എന്നൊരു ആവശ്യം BJPക്കില്ലേ? കാരണം ഇപ്പോഴും നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ 3-ാം ഘട്ടത്തിൽ എത്ര ശതമാനം പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കാണുന്നത്. 1-2 ഘട്ടം കാണുന്നേയില്ല. 3-ാം ഘട്ടത്തിൽ എത്ര ശതമാനം, അവിടെ എത്ര വോട്ടർമാരുണ്ടെന്നോ അവിടെ എത്ര വോട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നോ നമുക്ക് ഇപ്പോഴും അറിയില്ല. അതറിയാൻ ഒരു വോട്ടർക്ക് അവകാശമില്ലേ? അതല്ലേ സുതാര്യമായ തെരഞ്ഞെടുപ്പ്? അല്ല, ഇതിനകത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചർച്ചകൾ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പൊക്കെ സുതാര്യമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ ഒരു വെമ്പലുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ EVM-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിന്റെ വിധി പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിനെ അതോടൊപ്പം തന്നെ പുരോഗമനത്തിനെ ഒക്കെ തുരങ്കം വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നൊരു സംശയമുള്ളതുപോലെ എനിക്കത് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെയുള്ള വോട്ടിംഗ് ശതമാനം കൊടുക്കില്ല അല്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിലവിൽ തരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് തരും എന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ തരുമോ, ചോദിക്കുന്ന മണിക്കൂർ കൊണ്ട് തരുമോ എന്നുള്ളതിനോടൊന്നും ഞാൻ കടക്കുന്നില്ല. അതാണ് എനിക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ ശ്രീമതി എന്റെ ക്വസ്റ്റ്യൻ അതായിരുന്നില്ല. അതായത് അങ്ങനെ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്ര ദിവസമായി? ഇപ്പോഴും നമുക്കറിയില്ല 1-ാം ഘട്ടത്തിൽ അവിടെ എത്ര വോട്ട് രജിസ്റ്റർ ചെയ്യുന്നു, എത്ര വോട്ട് പോൾ ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. അത് അറിയാൻ എത്ര വൈകിയാലും BJPക്ക് പ്രശ്നമല്ല, അങ്ങനെയാണോ? അല്ല, എന്ന് ഞാൻ പറഞ്ഞല്ലോ, വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് എപ്പോഴെങ്കിലും വന്നാൽ മതിയോ? വോട്ട് എണ്ണുമ്പോൾ വന്നാൽ മതിയോ? കൗണ്ടിങ്ങിന്റെ സമയത്ത് വന്നാൽ മതിയോ? കമ്മീഷൻ തരാത്തോളത്തോളം ഇന്ന് തന്നെ തരണം എന്ന് പറയേണ്ടത് ഞാനല്ല എന്ന് പറയണം. ഇന്ത്യ മൊത്തം ഒട്ടാകെ ഉണ്ടായിട്ട് ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ അതിന്റെ ഡേറ്റയും എന്ന് കിട്ടണം എന്ന് പറയേണ്ടയാൾ ഞാനല്ല. എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്കത് വേണ്ട എന്നൊരു അഭിപ്രായമില്ല. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു, അത് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ ഇന്ന് തന്നെ വേണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. എന്നാണോ അത് ഇലക്ഷന് മുമ്പായിട്ട് കിട്ടാൻ വേണ്ടി സാധിക്കുന്നത് അന്ന് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി കൃത്യമായിട്ട് വോട്ടിംഗ് മെഷീനിൽ എൻറ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ടുകൾ നമ്മളിനി എന്തിനാണ് അതിനെ സംശയിക്കുന്നത്? അതിലല്ല സംശയം. ഒരു മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ട്, ആ വോട്ടർമാരിൽ എത്ര ആളുകൾ വോട്ട് ചെയ്തു, അത് കൂട്ടി നോക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആയി? ഇത് അറിയുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരന്റെ ബാധ്യതയല്ലേ? അതൊരു ഉത്തരവാദിത്തമല്ലേ, അവകാശമല്ലേ? നിയമത്തിൽ ഉണ്ടാവോ ഇല്ല നമുക്കറിയില്ല, അത് പോട്ടെ, അത് അറിയണ്ടേ? ഒന്ന്, അത് അറിയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. 2, അതിന്റെ ഉത്തരം പറയേണ്ടയാൾ ഞാനല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. വരുന്നതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അതിന് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴാണ് തരുന്നത് അപ്പോൾ ആ ഡേറ്റ ഞങ്ങൾക്കില്ല. ഇനി ഇന്ന് തന്നെ കിട്ടണം എന്നുള്ളൊരു അഭിപ്രായമില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. വരുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കാൻ വേണ്ടി തയ്യാറാണ്.
ഇനി അത് മുഴുവനായിട്ടുള്ള ഇന്ത്യ മുഴുവൻ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ഡേറ്റ കിട്ടണം എന്ന് പറയേണ്ടയാൾ ഞാനല്ല എന്ന് ശ്രീമതി ഷമാ മുഹമ്മദാണോ പറഞ്ഞിട്ടുള്ളത്? അല്ലല്ലോ. ആളുകൾ പറയട്ടെ. ഓക്കെ ശ്യാംരാജ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ കാരണം 2019 ഈ പ്രശ്നം ഉണ്ടായി. 2019 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണക്ക് വച്ചു, അതായത് ഓരോ ഘട്ടത്തിലെയും കണക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൗണ്ടിങ്ങിന്റെ സമയത്ത് അവർ പ്രസിദ്ധീകരിച്ച ഒരു കണക്കുണ്ട്. ആ കണക്കും ഇതും തമ്മിൽ മിസ്മാച്ച് ആയിരുന്നു. അത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി, അത് വലിയ കോലാഹലമായി മാറി. അതുകൊണ്ടാണ് ഈ ഓരോ ഘട്ടം കഴിയുമ്പോഴും അവിടെ എത്ര വോട്ടുണ്ടായിരുന്നു, അതിൽ എത്ര പേർ വോട്ട് ചെയ്തു, അതിൻ്റെ പേഴ്സൻ്റെ എത്ര, ഈ കണക്ക് ഓരോ ഘട്ടം കഴിയുമ്പോഴും കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ്. അല്ല, ആവശ്യപ്പെടേണ്ടത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടതിന് ഞങ്ങൾ എതിരൊന്നുമല്ല. ഞാൻ പറഞ്ഞ അതിന്റെ ഉത്തരം തരേണ്ടത് ഞങ്ങളല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടട്ടെ, അവരുടെ ആവശ്യം ജെനുവിൻ ആണെങ്കിൽ അത് അംഗീകരിക്കപ്പെടട്ടെ, അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ലല്ലോ. ഞാൻ പറഞ്ഞത് അത് വരട്ടെ എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. അതിനകത്ത് ഉത്തരം പറയേണ്ടയാൾ ഞാനല്ല, ഉത്തരം പറയേണ്ടയാൾ BJP അല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരിക്കലും കമ്മീഷനോട് ആവശ്യപ്പെടാത്തതിന് കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസേൺ ഇല്ല. അതിന് മറച്ചു വെച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമല്ല. അല്ല, എന്നെങ്ങനെ വായിക്കാം ജിംസി? അവിടെയാണ് ഇതുവരെ അങ്ങനെ ഒരു പരാതിയില്ലെന്നേ. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അത്തരം ഒരു കാര്യത്തിൽ BJP ഒരു പരാതിയുമില്ല. കുഴപ്പമില്ലെന്നാരാണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അത്തരം ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. പരാതി വരുമെന്നേ, കാര്യങ്ങൾ ചോദിക്കുമെന്നേ. അത് ഇനി ഞങ്ങൾ നാളെ പരാതി കൊടുക്കില്ല നജീംസിന് എന്താ ഉറപ്പ്? നാളെ ഞങ്ങൾ ചോദിക്കുന്നില്ല എന്താ ഉറപ്പ്? ഇനി ആകെ 2-3 ഘട്ടമേ ഉള്ളൂ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? തെരഞ്ഞെടുപ്പിന് ആകെ ഇനി 3 ഘട്ടമേ ഉള്ളൂ. ആ 3 ഘട്ടമില്ലേ, 4 ഘട്ടമില്ലേ? ഓക്കെ, 3 ഘട്ടമില്ല, മറ്റന്നാളെ കൂട്ടി 4 ഘട്ടമില്ലേ? അപ്പോഴത്തേക്കും ചോദിക്കില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയാം? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് അജണ്ട സെറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത്? ഇത് കോൺഗ്രസ് പാർട്ടി ചോദിച്ച ചോദ്യമായിട്ടോ അവർ കൊടുത്തുള്ള പരാതിയുമായിട്ടോ ഞങ്ങൾക്ക് എതിരില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് വരുന്ന സമയത്ത് വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി അത് അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അജണ്ട തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിക്കരുത്. അതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ പറ്റുള്ളത്. ഇനി ശ്രീമതി ഷമ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾക്ക് കൂടി എനിക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ഇവിടെ വർഗീയ പ്രസ്താവനകളെ കുറിച്ചിട്ടും പരാമർശങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുകയാണ് ആര്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ ഈ എനിക്കൊപ്പം ഇരിക്കുന്ന കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള ഷമയ്ക്കെതിരെ പരാതി കേസായിട്ടുണ്ട്, വർഗീയ പരാമർശം നടത്തിയിട്ട്, വർഗീയ വിദ്വേഷം ചോദിക്കുന്ന പരാമർശം നടത്തിയിട്ട്. അപ്പൊ ഇവിടെ കേരളത്തിലിരിക്കുന്ന ആളുകൾ ആളുകൾ അടക്കുകയും ചെയ്യുന്നുണ്ടെന്നേ. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട പരാമർശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ഹിന്ദി അറിയാവുന്നതാണ്. ഞാൻ കൃത്യമായിട്ട് ചോദിക്കട്ടെ, ഹിന്ദു ധർമ്മമേ ഭക്തി ശക്തി ശബ്ദ ഹോത്താ ഹൈ, ഹം ശക്തി സേ ലഡ് രഹേ ഹൈ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇതിനിടയിൽ സെക്കൻഡുകളുടെ പോലും ഗ്യാപ്പ് ഇല്ലാതെ, മറ്റേതെങ്കിലും വാക്കുകളില്ലാതെ ഹിന്ദു മതത്തിൽ, ഹിന്ദു വിശ്വാസങ്ങളിൽ ശക്തി എന്നൊരു വാക്കുണ്ട്, അതിനോട് ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്, അതിനോട് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിലും വലിയ വർഗീയ പരാമർശം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ ആരും നടത്തിയിട്ടില്ല. അപ്പോൾ ഇതിനെതിരെ എന്താണ് നടപടി ഉണ്ടായിട്ടുള്ളത്? പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണ്ടേ? മോദി പറഞ്ഞു, BJP പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഏറ്റവും കൂടുതൽ വിഘടനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കേരളത്തിൽ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത്, മതപരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വിഘടിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത് ഈ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അവരുടെ നേതാവായിട്ട് രാഹുൽ ഗാന്ധി തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇനി രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ പരാമർശങ്ങൾ നടന്നിട്ടുള്ള എവിടെയാണ്? കേരളത്തിലെ വടകരയിലാണ്. അതെന്താ നിങ്ങൾ പറയാത്തത്? അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച വെച്ചോന്ന് എനിക്കറിയില്ല. ചർച്ച വെച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇന്നും കഴിഞ്ഞ 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇന്നലെയും വരെ, ഇന്നലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം LDFന്റെയും UDFന്റെയും പ്രസ്ഥാനങ്ങളും അവരുടെ യുവജന പ്രസ്ഥാനങ്ങളും എല്ലാം DYSP ഓഫീസിലേക്ക് മാർച്ചായിരുന്നു. ഞാൻ അതിലെ അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചില്ല. കാരണം എനിക്ക് പറയാൻ വേണ്ടിട്ട് പറ്റുന്നില്ല. നമ്മൾ ഈ കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കരുത്. അങ്ങ് രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ ഡോക്ടർ ഷമാ മുഹമ്മദ് ഉണ്ട്. ഒരു നിമിഷം ശ്യാംരാജ്, ഒരു നിമിഷം. അല്ലല്ലോ, ഒറ്റ കാര്യം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഹിന്ദു ധർമ്മമേ ശക്തി ഏക് ശബ്ദ ഹോത്താ ഹൈ. ശക്തി എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, ഒരു വാക്കുണ്ട്. ഹം ഏക് ശക്തി സേ ലഡ് രഹേ ഹൈ. അതിനർത്ഥം ആ ശക്തിക്കെതിരെ ലഡ് രഹേ ഹൈ എന്നല്ല, ഞങ്ങൾ ഒരു ശക്തിക്കെതിരെ പോരാടുക. അതിനർത്ഥം ഹിന്ദു ധർമ്മത്തിൽ പറയുന്ന ആ ശക്തി എന്ന ആ ഭാവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതല്ല. ഞങ്ങൾ ഏക് ശക്തി സേ ഡർ രഹേ ഹൈ, ഒരു ശക്തിയോടാണ് ഞങ്ങൾ പോരാടുന്നത് എന്നാണ്. അങ്ങേക്ക് അത് മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞത് വെർബാറ്റം അങ്ങനെയാണ്. അതൊക്കെ അതിന് പിന്നീടാണ് നിങ്ങൾ അല്ല, ഞാൻ കേട്ടതാണ് പ്രശ്നം. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് പലതവണ സ്പീച്ച് കേട്ടതാണ്. ഞാനും കേട്ടതാണ്. മാർച്ച് 18-ാം തീയതിയാണ്. മാർച്ച് 18-ാം തീയതി ഭാരത് ജോഡോ യാത്രയിൽ ആദ്യം ഹിന്ദു ധർമ്മമേ ശക്തി ശബ്ദ ഹോത്താ ഹൈ, ഹം ശക്തി സേ ലഡ് രഹേ ഹൈ എന്നൊരു വാക്ക് അദ്ദേഹം പറയുന്നത് നിങ്ങൾ മിസ് ചെയ്യണം. അതില് ഹം ഏക് ശക്തി സേ ലഡ് രഹാ ഹൈ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പിന്നീടാവും. ഈ ആദ്യത്തെ 2 സെന്റൻസും ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 2 സെന്റൻസും ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒന്നുകൂടെ കേൾപ്പിക്കുന്നത്. ഓക്കെ, അല്ലല്ല, ഇപ്പൊ എന്തെങ്കിലും ഇല്ല, അത് കേൾപ്പിക്കില്ല, ഞാൻ കേട്ടതാണെന്ന് പറയാം. ആൾക്കാർ ടെക്നീഷ്യൻസ് പറയും. ഓക്കെ, ശരി.
അങ്ങ് പൂർത്തിയാക്കും. അപ്പൊ ഇത് പറഞ്ഞതാണിത്, വെറുതെ അല്ല. ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞു എന്നുള്ള സത്യമാണ്. രണ്ട്, കോൺഗ്രസ് പാർട്ടിക്ക് ഇതിന് അംഗീകരിക്കാൻ വേണ്ടി ശ്യാംരാജ് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് നോക്കി അദ്ദേഹത്തിന് നടപടി എടുക്കണം. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എത്ര കേസ് എടുക്കേണ്ട പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്? എത്ര കേസെടുക്കണം? കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്ന എത്ര പ്രസംഗങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയത്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? അതാണ് അതിലോട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കണം, നിങ്ങൾക്ക് BJPക്കെതിരെ കേസെടുക്കണം, രാഹുലിനെതിരെ കേസെടുക്കണം, രാഹുൽ ഗാന്ധിക്കെതിരെയും ഷമാ മുഹമ്മദിനെതിരെയും കേസെടുക്കണം. ഞാൻ പറയുന്നതാണ് രാഹുൽ ഗാന്ധിനെ നിങ്ങൾ ശ്രീ ശ്യാംരാജ്, ഞാൻ പറയുന്നതാണ്, ഇവിടെ ഇരിക്കുന്ന ഷമാ മുഹമ്മദ് വർഗീയ പ്രസ്താവന നടത്തിയ അവർക്കെതിരെ കേസെടുക്കണം. രാഹുൽ ഗാന്ധി കമ്മ്യൂണൽ പോളറൈസേഷൻ നടന്ന പ്രസംഗം നടത്തിയ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. നരേന്ദ്രമോദിക്കെതിരെയും കേസെടുക്കണം. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് എന്ന് കരുതിക്കൊണ്ട് വർഗീയ പ്രസംഗം നടത്താൻ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, നടപടി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി പിന്നെ നിങ്ങൾ എന്തിനു വെളുപ്പിക്കാൻ നോക്കി? ആര് വെളുപ്പിച്ചു? രാഹുൽ ഗാന്ധി തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. അതിനുള്ള ഒരു അവസരവും ഒരു സർക്കാർ എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ പാഴാക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കട്ടെ. പ്രധാനമന്ത്രിക്കെതിരെ നടപടി ഉണ്ടാവുമോ? 2019 അദ്ദേഹം നടത്തിയ സ്പീച്ചസിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. 2024 നമ്മളത് പ്രതീക്ഷിക്കണമോ എന്നാണ് ചോദ്യം. ഇവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അതാണ് ഞാൻ പറയുന്നത്. ഈ അജണ്ട എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അജണ്ടയുമല്ല, ഒരു പൗരന്റെ മോഹമാണ്. നിഷ്പക്ഷമായിരിക്കണം തെരഞ്ഞെടുപ്പ്, വരുമ്പോൾ നിഷ്പക്ഷമായിരിക്കണം തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിനെതിരെ നടപടി ഉണ്ടെങ്കിൽ BJPക്കെതിരെ നടപടി ഉണ്ടാകണം. രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി ഉണ്ടായാൽ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടാകണം. ഷമാ മുഹമ്മദിനെതിരെ നടപടി ഉണ്ടായാൽ അനുരാഗ് സിംഗ് ഠാക്കൂറിനെതിരെ ഉണ്ടാകണം. അത്രേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ എതിർപ്പെന്ന് പറയുന്നത് പൗരാവകാശങ്ങളുടെ പേര് പറഞ്ഞിട്ട് അജണ്ട സെറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. പൗരാവകാശ അജണ്ടയാണോ ശ്യാംരാജ്? പൗരാവകാശവും ഭരണഘടനയുമായിരിക്കണം അജണ്ട. അത് അജണ്ട സെറ്റ് ചെയ്യേണ്ട, അത് തന്നെ ആകണം അജണ്ട. ജനാധിപത്യത്തിൽ പൗരാവകാശവും മൗലികാവകാശവും ഭരണഘടനയുമാകണം അജണ്ട. നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മീഡിയ വൺ അതിനുവേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. മീഡിയ വൺ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭരണഘടനയും മൗലികാവകാശങ്ങളും പൗരാവകാശങ്ങളും പ്രധാന അജണ്ടയാകണം എന്ന് വാദിക്കുന്ന ചാനലാണ്. അത് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയും. അതൊരു തെറ്റായി ഞങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ ചാനലിലെ വാദങ്ങൾ എനിക്കറിയാലോ. നിങ്ങൾ താലിബാൻ തീവ്രവാദികളെ പോരാളികളെ നിങ്ങൾ വിശേഷിപ്പിച്ച ചാനലാണ് നിങ്ങൾ. എവിടെയാണ് ഇസ്രായേലും മീഡിയ വൺ ചാനൽ താലിബാൻ പോരാളികളെ തീവ്രവാദികളെ പോരാളികൾ എന്ന് വിളിച്ച് തെളിവ് കാണിക്കും ശ്യാംരാജ്. അല്ലല്ല, അതിന് തെളിവ് പറ. അത് തെളിവ് പറഞ്ഞത് മുന്നോട്ട് പോകാം. മീഡിയ വൺ ചാനൽ അങ്ങനെ പറഞ്ഞതിന് തെളിവ് പറ ശ്യാംരാജ്. തെളിവ് പറ, എവിടെ എങ്ങനെ പറഞ്ഞു പറ. അതിനുശേഷമുള്ള അല്ല ശ്യാംരാജ്, ഇത് കേൾക്കാം. ഇനി അതിന് മുന്നോട്ട് പോകല്ലേ? ഈ താലിബാനെ ഞങ്ങൾ പോരാളികൾ എന്ന് ഞങ്ങൾ വിളിച്ചത് ഒരു തെളിവ് പറ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ ബാക്കി. ഒരു തെളിവ്, ഒറ്റ തെളിവ് ശ്യാംരാജ്, അത് മതി. എവിടെയാണ് എന്നാണ് പറഞ്ഞത് പറഞ്ഞാൽ മതി. ശ്യാംരാജ് പറ, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. തീർന്നു. ഏത് ഡേറ്റിൽ എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ മതി. ഞാൻ കണ്ടതാണ്. എവിടെ കണ്ടത്? എന്താ കണ്ടത്? നിങ്ങൾ ഡിസോൺ ചെയ്യുന്നല്ലോ, നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. സമ്മതിക്കുന്നു. അത്രേ ഉള്ളൂ. തെളിവില്ല, അത്രേ ഉള്ളൂ. അത് തെറ്റായ പരാമർശമാണ്, പിൻവലിക്കണം. അത് ഡിസോൺ ചെയ്തെന്ന് പറഞ്ഞാൽ അത് തെറ്റായ പരാമർശമാണ്, പിൻവലിക്കണം. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലെന്നേ. അല്ല, നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ പറഞ്ഞത് തെറ്റാണത് പിൻവലിക്കണം. നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. താങ്കൾ പറഞ്ഞ ആരോപണം തെറ്റാണത് പിൻവലിക്കണം. അതാണ് നമ്മൾ ആവശ്യം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അല്ല, അത് വിട്. നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാം, അത് പിൻവലിക്കണം. ഞാൻ ഡിസോൺ ചെയ്യുകയാണ്. അത് ഡിസോൺ ചെയ്യുകയാണെന്ന് മാത്രമല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ആരോപണം തെറ്റാണെന്ന് നിങ്ങൾ പറയണം, അത് പിൻവലിക്കണം. അല്ല, ഞാൻ പിൻവലിക്കില്ല. ഞാൻ കണ്ട ന്യൂസ് ആണത്. ഞാൻ നിങ്ങളുടെ ഓൺലൈൻ പോർട്ടലിൽ കണ്ട ന്യൂസ് ആണ്. ഞാൻ എവിടെ കണ്ടത്? ഏത് ഡേറ്റ് പറ. ലിങ്ക് പറ. ഏത് ഡേറ്റിലാണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾ കണ്ടതും കേട്ടതും പറയാനുള്ള സ്ഥലമല്ലോ ഇത്. തെളിവ് വേണം അതിന്. ഞാൻ കണ്ട ന്യൂസ് ആണ്. എനിക്ക് പിന്നീട് വരാൻ പറ്റും. ഇല്ല, ഈ ഡിബേറ്റിന് ശേഷം എനിക്ക് തരാൻ സാധിക്കും. ഓക്കെ, എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കും. താങ്കൾ പൂർത്തിയാക്കും പ്ലീസ്.
അല്ല ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അത്തരത്തില് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഈ ഷമാ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഈ കേസുകൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കെതിരെയും കേസുകൾ എടുക്കേണ്ടതാണ്. പിന്നെ ഇലക്ഷനെ സമയത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പല വിധത്തിൽ പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കേവലമായിട്ട് BJPക്ക് എതിരെ മാത്രം കേസെടുക്കുന്നില്ല, നരേന്ദ്രമോദിക്കെതിരെ മാത്രം കേസെടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള narrative വരാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ ഷമാ മുഹമ്മദ്, നിങ്ങൾക്കെതിരെ പോലും വർഗീയ പരാമർശത്തിനെതിരെ കേസെടുക്കപ്പെട്ടു കേരളത്തിലെന്നാണ് ശ്യാംരാജ് ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാവർക്കെതിരെ കേസെടുക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. അത് കമ്മീഷനാണ് ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നു. അല്ല, കേസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ആർക്കും പോയിട്ട് കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം, പോലീസ് ഏതായാലും വിളിക്കും, അങ്ങനെയല്ലേ? അത് നമുക്ക് വർഗീയത എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇന്ത്യയിൽ എത്ര കേസ് വെറുതെ UAP കേസ് ഉണ്ടായിരുന്നല്ലോ സിദ്ദീഖ് കപ്പന്റെ മേലെ, അതെന്തായിരുന്നു? UAP ആയിരുന്നോ? അവര് ഇഷ്ടമുള്ള പോലെ ചെയ്യും, അതല്ലേ ജനാധിപത്യമില്ല. എനിക്ക് കുറച്ച് കാര്യത്തിന് മറുപടി പറയണം. അദ്ദേഹം ഈ വോട്ടിനെ പറ്റി പറഞ്ഞല്ലോ, വോട്ട് കൗണ്ട് നമുക്ക് നിർബന്ധമല്ല, ECക്ക് ഇഷ്ടമുള്ള സമയത്ത്. ECക്ക് ഒരു ചുമതലയുണ്ട്, ECയുടെ ഉത്തരവാദിത്തമാണ് ആ നമ്പർ നമുക്ക് തരാൻ. ഇത് എന്തുകൊണ്ടാണ് ഈ ശ്യാംലാൽ ഇന്ന് അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, അവര് ഈ വോട്ടിംഗ് മെഷീനെ കൊണ്ട് കളിക്കുന്നുണ്ട്, അതിന് ക്ലിയർ ആണ്. അവർക്ക് ഈ ജയിക്കണം, അപ്പൊ അവർക്ക് അറിയണ്ട, അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അറിയല്ലോ ഇത്ര വോട്ടർ പെർസെന്റേജ് ഉണ്ടായി. പക്ഷെ വോട്ട് എണ്ണുമ്പം ആ കൗണ്ടിങ് വരുമ്പം എങ്ങനെയാ BJP ഇവിടെ ജയിക്കുന്നത്? BJPക്ക് ഇത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ, എന്തുകൊണ്ടാണ് അവർ ജയിക്കുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ശ്യാംശാൽ ഇന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കാൻ നിങ്ങളോട്, ഞങ്ങൾ കള്ളക്കളി കളിക്കുന്നുണ്ട്, ഞങ്ങൾ വോട്ടർ ആ മെഷീനെ കൊണ്ട് കളിക്കാൻ പോവാ, ഞങ്ങൾ ജയിക്കാൻ പോവാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ECയുടെ വോട്ടർ കൗണ്ട് അറിയണ്ടാന്ന്, വോട്ടർ പെർസെന്റേജ് എത്രയാണ് നമുക്കറിയണം. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല ഈ മെഷീനെ കൊണ്ട്? നമ്മൾ അതൊന്നും ചെയ്യലില്ല, നമ്മൾ നേരെ വാന്ന്, നമുക്ക് എന്താ ജനങ്ങൾ വോട്ട് ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയണം. ബിക്കോസ് ഇപ്രാവശ്യം ഫസ്റ്റ് ഫേസിൽ തന്നെ 11 ദിവസത്തിന് ശേഷമാണ് അറിഞ്ഞത്. അതും അതിൽ 5% വ്യത്യാസം, 1%, 5% വോട്ട് പെർസെന്റേജ് കൂടിയത്. ആദ്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഒരു കാര്യം കേൾക്കുന്നത്. അപ്പൊ ഈ 5% എങ്ങനെ പെട്ടെന്ന് കൂടി? അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. എവിടെയാണ് അവർ വോട്ട് ആഡ് ചെയ്തത്, എങ്ങനെ മെഷീനിൽ എന്താ ചെയ്തത്? അതൊരു ശരിക്കും ഒരു അന്വേഷണം വേണം. രണ്ടാമത്, എപ്പോഴും ഞങ്ങളെ മേലെ ഒരു ആരോപണമുണ്ട്, ഈ പാകിസ്ഥാൻ, മുസ്ലിം പാകിസ്ഥാൻ. ഞാൻ കുറച്ച് തെളിവ് തരാൻ പോകുന്ന എങ്ങനെയാണ് ബന്ധം BJPയും പാകിസ്ഥാൻ തമ്മിൽ. 1965 നമ്മൾ യുദ്ധം ചെയ്തു, 71 യുദ്ധം ചെയ്തു. 71 യുദ്ധം കോൺഗ്രസ് പാർട്ടി ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ രണ്ടാക്കി. പക്ഷെ 78 വാജ്പേയി ഫോറിൻ മിനിസ്റ്റർ ആവുന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യം ഒരു നേതാവ് പാകിസ്ഥാനിൽ വിസിറ്റ് ചെയ്താണ് AB വാജ്പേയി. പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആവുമ്പം 1999 വാജ്പേയി ഇനിയും വിസിറ്റ് ചെയ്തു പാകിസ്ഥാൻ. അതിന്റെ ശേഷം ആരാ പാകിസ്ഥാനിൽ പോയത്? നമുക്കറിയുന്ന ഞങ്ങൾ ഇപ്പോഴത്തെ ഇരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഠാൻകോട്ടിലെ വിഷയം നടന്നു. പഠാൻകോട്ടിൽ നമ്മളെ സൈനികളെ കൊന്നതായിരുന്നു. അതൊരു തീവ്രവാദി ആക്രമണമായിരുന്നു. അതിന്റെ ശേഷം അമിത്ഷാ ആരെയെ വിളിച്ചത്? അത് അന്വേഷണത്തിന് ISI അത് ചെയ്തത്. അപ്പൊ അവരെ ബന്ധം നോക്ക്, പാകിസ്ഥാനും BJPയുടെ ബന്ധം. ഞാൻ എല്ലാ തെളിവും നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നുണ്ട്. ഞങ്ങളെ ഭാഗത്തുനിന്ന് മൻമോഹൻ സിംഗ് 10 കൊല്ലത്തിൽ പ്രധാനമന്ത്രിയായ സമയത്ത് അവിടെ പോയിട്ടില്ല. അജിത് ദോവലിന്റെ മകൻ ബിസിനസ് പാർട്ട്ണർ ആകുന്ന ഒരു പാകിസ്ഥാനി, അദ്ദേഹത്തിന് സൗദിയിൽ എല്ലാ സമയത്തും പോയി കാണുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഈ ബന്ധം നിങ്ങൾ എന്തുകൊണ്ട് പുറത്ത് പറയാത്തത്? നിങ്ങൾ എപ്പോഴും ഞങ്ങളെ മേലെ ചൂണ്ടിക്കാണിക്കുന്നു പാകിസ്ഥാൻ ഇസ്ലാം എന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലാണ്ടത് പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലാട്ടോ. പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്ന വീഡിയോ നിങ്ങളുടെ ആളാട്ടോ പറഞ്ഞത്. ഞാൻ എന്റെ പോയിന്റ് തീർക്കട്ടെ. നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷെ ഞാനിപ്പോ തെളിവ് കാണിക്കുക നിങ്ങളോട്. ആരാ അവിടെ പോകുന്നത്? ഞങ്ങളെ പാർട്ടിയിൽ നിന്നൊന്നും ആരും അവിടെ പോയിട്ടുമില്ല. കാർഗിൽ മറ്റേ ഒരു ലാഹോർ ബസ് റൈഡ് ഉണ്ടല്ലോ വാജ്പേയി ചെയ്തത്, ഞങ്ങളല്ല അത് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇനി ചൂണ്ടിക്കാണിക്കരുത്. നിങ്ങളാണ് പാകിസ്ഥാന്റെ ഒക്കെ ഉള്ള ബന്ധം നിങ്ങൾക്ക് ഉള്ളത്, കോൺഗ്രസ് പാർട്ടിക്കല്ല. എല്ലാ സമയം നിങ്ങളാ ചെയ്യുന്ന കാര്യം. പിന്നെ ഈ ഹേറ്റ് സ്പീച്ച്, ഒരു കാര്യം ഞാൻ പറയാം. പ്രധാനമന്ത്രി ഇന്നല്ല അന്ന് തുടങ്ങിയ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. UP തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ, ആദ്യത്തെ 2017 തെരഞ്ഞെടുപ്പിന് മുമ്പേ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? ശംഷാൻ ഘാട്ടിന് സ്ഥലം കൊടുക്കുന്നില്ല, പക്ഷെ ഖബറിസ്ഥാന് സ്ഥലം കൊടുക്കുന്നു. എന്തെല്ലാ പറയുന്നത് പ്രധാനമന്ത്രി? എന്നാലും സമാജ്വാദി പാർട്ടി എന്ന് UP സർക്കാരിൽ ആ സമയത്ത്. ഈദിന് നിങ്ങൾക്ക് വെളിച്ചമുണ്ടാവും, ദിവാലിക്ക് ഇലക്ട്രിസിറ്റി ഇല്ല പോലും. ഇതാണ് ഒരു പ്രധാനമന്ത്രി സംസാരിക്കട്ടെ. അപ്പൊ എന്താ പ്രധാനമന്ത്രി ചെയ്യുന്നതെന്നാൽ, പ്രധാനമന്ത്രി വോട്ട് കിട്ടാൻ പ്രധാനമന്ത്രി ചെയ്യും. പക്ഷെ നിങ്ങൾക്കറിയാം താഴ്ത്തട്ടിൽ ആ പാവപ്പെട്ട കുടുംബത്തിലെല്ലാം അവിടെ യുദ്ധം, അവിടെ കൊലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മുസ്ലിംസും ഹിന്ദുസും തമ്മിൽ. എന്തുകൊണ്ട്? പ്രധാനമന്ത്രി പറഞ്ഞിട്ട് അവിടെ ഭയങ്കര വെറുപ്പാണ് തമ്മിൽ. അതെല്ലാം നടന്നു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ജുനൈദും നാസറിനും
ജീവൻ കൊണ്ട് കത്തിച്ചത്? അത് നമ്മൾ വേലി തന്നെ വിളവ് തിന്നുന്ന ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതികൾ ഉയരുമ്പോൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ പോലും പറ്റാത്ത വിധം സ്വാതന്ത്ര്യമില്ലായ്മ രാജ്യത്തുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും വളരെ നന്ദി ശ്രീ ഷമാ മുഹമ്മദ് ശ്യാംരാജ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇത്രയും സംസാരിച്ചതിന് ഒരു ഇടവേള.